നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2 ദിവസം മുമ്പ് ഞാൻ വടക്കേക്കോട്ടയിൽ നിന്ന് MG റോഡ് വരെ മെട്രോയ്ക്ക് ഞാനൊരു യാത്ര ചെയ്തു. ആ യാത്രയുടെ കാര്യമൊന്നും പറയാതിരിക്കുകയാണ് നല്ലത്. മെട്രോയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സൗകര്യത്തിന് പോരാമെന്ന് കരുതിയിട്ടാണ്, പോകാമെന്നും ഒക്കെ കരുതിയിട്ടാണ്, യാത്ര ചെയ്യുമെന്ന് കരുതിയിട്ടാണ് നമ്മൾ മെട്രോയിൽ കയറുന്നത്. അപ്പോൾ ചില അടിസ്ഥാന സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ല. ബാത്റൂമിൻ്റെ കാര്യം വളരെ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൃപ്പൂണിത്തുറയിൽ നിന്ന്, അതായത് MG റോഡിൻ്റെ അവിടേക്ക് നമ്മൾ കയറിക്കഴിഞ്ഞാൽ, അത് ഈ ഇടത്തെ സൈഡിലാണ് കയറുന്നതെങ്കിൽ നമുക്ക് ആ ഭാഗത്ത് ബാത്റൂം ഇല്ല. നേരെ മറിച്ച് നമ്മൾ വലത്തെ സൈഡിൽ കൂടിയാണ് കയറുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ആലുവയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഭാഗത്ത് ആ വഴിക്കാണ് കയറുന്നതെന്നുണ്ടെങ്കിൽ അവിടെ മെട്രോ അല്ല, ബാത്റൂം. അപ്പോൾ ഈ മെട്രോയിൽ ബാത്റൂം അവിടെ മാത്രമുണ്ട്, ഇപ്പുറത്തെ ഭാഗത്ത് ബാത്റൂം ഇല്ല. അപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അങ്ങോട്ട് പോകുന്ന ആളുകൾക്ക് മാത്രം ടോയ്ലറ്റ് യൂസ് ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്ന ആളുകൾക്ക് മാത്രം ടോയ്ലറ്റ് യൂസ് ചെയ്താൽ മതിയോ? എൻ്റെ ഒരു സംശയമാണ്. അതായത് ഇപ്പം തൃപ്പൂണിത്തുറയിൽ നിന്ന് കയറുന്ന ആൾ ആലുവയ്ക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ബാത്റൂം ഇല്ല. അപ്പോൾ അയാൾ ബാത്റൂമിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് ഈ മെട്രോയുടെ ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് അവിടുന്ന് ഒന്നെങ്കിൽ ലിഫ്റ്റിന് കയറുക അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുകയോ ചെയ്തിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ ഉണ്ടാവും ബാത്റൂം. മനസ്സിലായില്ലേ? എന്തൊരു ഗതികേടെന്ന് ഓർക്കണം ജനങ്ങളുടെ ഒരു അവസ്ഥ. കേരളത്തിലെ ജനങ്ങളെ ഈ കൊച്ചി മെട്രോ സഹായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗത്ത് മാത്രം ബാത്റൂം വെച്ചിട്ട് മറുഭാഗത്ത് ബാത്റൂമില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള ആളുകൾ മാത്രം തൂറിയാലും മുള്ളിയാലും മതിയോ? അതായത് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റിയാൽ മതിയോ? അപ്പോൾ മറ്റുള്ള എതിരെ പോകുന്ന ആളുകൾക്ക് ഇത് വേണ്ടേ? അതായത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം തൃപ്പൂണിത്തുറയിൽ നിന്ന് ആലുവയിലോട്ട് പോകുന്ന ആൾ ഇടത്തെ സൈഡിൽ നിന്നാവും കയറുന്നത്. അവിടെ ഇല്ല ബാത്റൂം ഇല്ല. ഇവിടെ ബാത്റൂമുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ആലുവയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കയറി കഴിഞ്ഞാൽ, ആലുവ ആ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ അവിടെ ബാത്റൂമുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യം പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വളരെയേറെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ശരിക്കും ബുദ്ധിമുട്ടിയത് തന്നെ. കാരണം ഇവിടുന്ന് കയറി അപ്പുറത്തെ സൈഡിൽ ചെല്ലാൻ പറയും. അവിടെ ചെന്ന് കഴിഞ്ഞാലേ ബാത്റൂം ഉള്ളൂ. ഇപ്പോൾ ഞാൻ മിനിഞ്ഞാന്ന് മെട്രോയിൽ പല പ്രാവശ്യവും പോയിട്ടുണ്ട്, പക്ഷേ ബാത്റൂമിൽ കയറേണ്ട ഒരു ആവശ്യം വന്നില്ല. മിനിഞ്ഞാന്ന് മെട്രോയിൽ കയറിയ സമയത്ത് എനിക്കൊന്ന് അർജൻറ്റായിട്ട് ടോയ്ലറ്റിൽ പോകണം, ഒന്ന് മൂത്രം ഒഴിക്കണം. ഞാൻ കയറി MG റോട്ടിൽ ഇടത്തെ സൈഡിൽ നിന്നാണ് കയറിയത്. അങ്ങോട്ട് പോകുമ്പോൾ, അതായത് തൃപ്പൂണിത്തുറയിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇടത്തെ സൈഡ് എവിടെയാണ് MG റോഡിൻ്റെ അവിടുന്ന് കയറി, അതായത് ഹൈക്കോർട്ടിൻ്റെ ആ ഭാഗത്തോട്ട് നടന്നു പോകുന്ന ആ വഴിക്ക്, ആ ഭാഗം ഇറങ്ങിയത് അവിടെ നിന്ന്, കയറിയത് അവിടുന്ന്. അപ്പോൾ കയറിയപ്പോൾ തന്നെ ഞാൻ ടിക്കറ്റ് എടുത്തപ്പം ചോദിച്ചു എവിടെയാണ് ടോയ്ലറ്റ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന പോലീസുകാരനോട് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒന്നെങ്കിൽ നിങ്ങൾ താഴെ ഇറങ്ങിയിട്ട് മെയിൻ റോഡ് പാസ് ചെയ്തിട്ട് അപ്പുറം കയറിയിട്ട് മെട്രോയ്ക്ക് അങ്ങനെ കയറി സ്റ്റെപ്പ് കയറണം. അതല്ലെന്നുണ്ടെങ്കിൽ മെട്രോയിൻ്റെ ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് പാസ് ചെയ്യണം. അപ്പോൾ ഞാൻ കയറി ഫസ്റ്റ് ഫ്ലോറല്ലേ, ഇനിയിപ്പോൾ ഇങ്ങനെ കയറുന്നതിൽ നല്ലത് അങ്ങനെ കയറാമല്ലോ. അങ്ങനെ കയറി നോക്കുമ്പോൾ റോഡിൻ്റെ അപ്പുറം തിരക്ക്. റോഡിൻ്റെ അപ്പുറം പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ പണിയാണ്. അങ്ങനെ ഞാൻ കയറി പോലീസുകാരനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞത്. അവിടേക്ക് മെട്രോയിൽ ടിക്കറ്റ് അടിക്കുന്ന പെണ്ണുണ്ട്. ആ പെണ്ണിനോട് ചോദിച്ചപ്പോൾ ആ ലേഡിയും പറഞ്ഞത് ഒന്നെങ്കിൽ ഇങ്ങനെ പോകണം. അവിടെ ഒരു ബായ് സെക്യൂരിറ്റി ഉണ്ട്, അയാളോട് ചോദിച്ചു, ഹിന്ദിക്കാരൻ. അവനോട് ചോദിച്ചു, പറഞ്ഞത് ഇങ്ങനെ തന്നെ പോകണമെന്നാണ്. അപ്പോൾ ഇങ്ങനെ ജനങ്ങളെ പല രീതിയിലും ബുദ്ധിമുട്ടിക്കാനായിട്ടാണ് ഇപ്പോൾ ഈ മെട്രോ നിൽക്കുന്നത്. ഞാനൊന്ന് ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. ഭാഗം വടക്കേക്കോട്ട മെട്രോൻ്റെ ലെഫ്റ്റ് സൈഡാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ബാത്റൂം ഇല്ല. വടക്കേക്കോട്ട മെട്രോ ഈ ഭാഗത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ ബാത്റൂം ഇല്ല. നേരെ പറഞ്ഞ റോഡിൻ്റെ ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ബാത്റൂം ഉണ്ടാവും, അപ്പുറത്തെ സൈഡിൽ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് വാർത്ത ചെയ്യണമെന്ന് എന്തായാലും ഉണ്ട്. അതിനാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ പിടിക്കുന്നത്. ഓക്കെ, കണ്ടോ വടക്കേക്കോട്ട മെട്രോ. കണ്ട വീഡിയോ വടക്കേക്കോട്ട ജംഗ്ഷനിൽ നിന്നുള്ളൊരു വീഡിയോ ആണ്, വടക്കേക്കോട്ട മെട്രോയുടെ വീഡിയോ ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഭാഗത്ത് ടോയ്ലറ്റ് ഇല്ല. മനസ്സിലായില്ലേ? നേരെ മറുഭാഗത്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതൊന്ന് കാണാം. നിൽക്കുന്ന ഭാഗമല്ലേ, ഈ ഭാഗത്ത് മാത്രമേ ബാത്റൂമും കക്കൂസൊക്കെ ഉള്ളൂ.
മൂത്രം ഒഴിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരേണ്ടി വരും. ഇത് കണ്ടോ, ഈ ഭാഗത്ത് ഇപ്പോൾ ആലുവ നിന്ന് ഇങ്ങോട്ട് വരുന്നവർക്ക് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ല സൗകര്യം. ഇത് കണ്ടില്ല, ഈ ഭാഗത്ത് നിൽക്കേണ്ടി വരും. കണ്ടോ, ഇത് റോഡിൻ്റെ അപ്പുറ വശം. ഞാൻ നേരത്തെ അപ്പുറത്തെ വശത്തെ ഭാഗമാണ് കാണിച്ചത്, ഇപ്പോൾ ഇപ്പുറത്തെ വശത്തെ ഭാഗമാണ് ഇപ്പോൾ കാണിക്കുന്നത്. അത് കണ്ടില്ല. ഇവിടെ വരുന്നവർക്ക്, ഇവിടെ നിന്ന് കയറുന്നവർക്ക് ബാത്റൂമിൽ പോകാം. കാരണം അപ്പുറത്തുനിന്ന് കയറുന്നവർ ഇപ്പുറത്ത് വന്നിട്ട് വേണം ബാത്റൂമിൽ പോകാൻ. മനസ്സിലായില്ലേ? കണ്ടല്ലോ, ഇത് എസ് എൻ ജംഗ്ഷൻ മെട്രോയാണ്. ഈ മെട്രോയിൽ നിന്നാണ് ഈ പറഞ്ഞ ഇപ്പോൾ കാണിച്ച ഈ ഭാഗത്തുണ്ടല്ലോ, അവിടെ പിന്നെ ഇതുണ്ട്, ടോയ്ലറ്റ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ആ കാണിച്ച ഭാഗം ആലുവയിൽ നിന്ന് വരുന്ന ഭാഗമാണ്. അവിടെ ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ ഇപ്പുറത്തുനിന്ന് കയറുന്ന ആൾ അപ്പുറത്തെ ടോയ്ലറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ മെട്രോയുടെ ഉള്ളിൽ കൂടി കയറിയിട്ട്, ഒന്നെങ്കിൽ മെട്രോയ്ക്കകത്തോടി കയറിയിട്ട് അവിടുന്ന് ടിക്കറ്റ് എടുത്തതിൻ്റെ ശേഷം, ടിക്കറ്റ് എടുക്കണമെന്നില്ല, അപ്പുറത്ത് പോയി ടോയ്ലറ്റിൽ പോയതിൻ്റെ ശേഷം പിന്നെ അങ്ങനെ തന്നെ കയറിയിട്ട് വേണം ടിക്കറ്റ് എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ റോഡ് ഈ മെട്രോയിൽ കയറുന്നതിന് മുന്നേ, മെട്രോ സ്റ്റേഷനിൽ കയറുന്നതിന് മുമ്പ് തന്നെ അപ്പുറത്തെ റോഡിൽ നിന്ന് ഇപ്പുറത്തെ റോഡിലോട്ട് പാസ് ചെയ്ത് വളരെ, ഇപ്പോൾ ഫാമിലിക്കായിട്ട് വരുന്ന ആളുകളുടെ കാര്യം എന്ന് പറയണം. അപ്പോൾ ഇതൊന്ന് വീഡിയോ ചെയ്യണമെന്ന് തോന്നി. കാരണം ഇതൊക്കെ അധികാരികളുടെ ഇടയിലോട്ടൊന്ന് മുന്നിലോട്ട് എത്തണം. കാരണം ഈ മെട്രോ കൊണ്ടുവന്ന അന്നത്തെ മുഖ്യമന്ത്രി ഇതൊന്നും ആലോചിച്ചില്ലെന്ന് തോന്നുന്നു. കാരണം ഒരു ഭാഗത്തെ ആളുകൾക്ക് മാത്രം തൂറുകയോ മൂത്രമോ വെച്ചാൽ മതി. ഇപ്പോൾ നിസ്സാരം ഒരു ഛർദിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ജനങ്ങളൊന്ന് ആലോചിക്കും. മെട്രോയിൽ യാത്ര ചെയ്ത ആളുകൾക്ക്, എത്ര ആളുകൾക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട്? അപ്പോൾ ഇതിനെപ്പറ്റി ഒന്ന് പറയാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. വെറും നാറിയ തന്തയ്ക്ക് വരക്കായ ഉള്ള പരിപാടിയാണ് ഈ ചെയ്യുന്നത്. കാരണം ഒരു ഭാഗത്ത് മാത്രം ബാത്റൂം, മറ്റുള്ള ഭാഗത്ത് ബാത്റൂമും ഇല്ല. കാരണം അങ്ങോട്ടുള്ള ആളുകൾ പിന്നെ എന്ത് ചെയ്യും? കാരണം ഈ റോഡൊക്കെ പാസ് ചെയ്ത് ഇപ്പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ബുദ്ധിമുട്ടാണ്. എറണാകുളം സിറ്റിയിലത്തെ പിന്നെ തിരക്കറിയാമല്ലോ, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇങ്ങനെ ജനങ്ങളെ നന്നാക്കാനാണ്, സേവനം ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ മെട്രോ ഉണ്ടാക്കി വെച്ചിട്ട് എന്താണ് കാര്യമെന്ന് എനിക്കറിയത്തില്ല. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. മനസ്സിലായില്ലേ?